ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ? സംവേദനം ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഇതിന്റെ കരട് ചീഫ് സെക്രട്ടറി കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത്. പരിഗണിച്ചു, അത് അംഗീകാരം നൽകിയിരിക്കുന്നു. 2 ടൗൺഷിപ്പുകളായിട്ടായിരിക്കും മുണ്ടക്കൈ ചൂരൽമല മേഖല സർക്കാർ നടപ്പാക്കുക. ഇതിൽ ഓരോ വീടും 1000 എന്ന നിലയിലാണ് നിജപ്പെടുത്തുന്നത്. വീടായിരിക്കും. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ 3:30 വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നത് വിശദമായി തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായി ഇപ്പോൾ സ്പോൺസർമാരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ചർച്ച കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഈ യോഗത്തിൽ സ്പോൺസർമാരുടെ കാരണം 50 വീടുകൾക്ക് മുകളിൽ വീടുകൾ വെച്ച് നൽകാമെന്ന് താല്പര്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ള സ്പോൺസർമാരെയാണ് പ്രധാനമായും ഈ ഒരു യോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ യുവജന സംഘടന മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വരെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവരുമായി ചർച്ച ചെയ്ത് ആ ടൗൺഷിപ്പിൽ ഇവരുടെ ഏത് രീതിയിലായിരിക്കും സ്പോൺസർമാരുടെ ഒരു പങ്കാളിത്തം എന്നതുകൂടി ഉറപ്പാക്കുന്നതായിരിക്കും. അതിനുശേഷം ഇതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിക്ക് അതിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം. ഷീജ, കേന്ദ്രത്തിന്റെ ആ ഒരു ധാർഷ്ട്യത്തിന് നേരെയുള്ള കേരളത്തിന്റെ ഒരു കൃത്യമായ നിലപാടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനമായി വന്നിരിക്കുന്നത്, അതായത് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, ഒരു സാമാന്യം നല്ല വീട് എന്ന് തന്നെ പറയാൻ കഴിയുന്ന, വലിയ വീട് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു വീട് ഒറ്റ നില വീടായി നിർമ്മിക്കുന്നു. 2 ടൗൺഷിപ്പായിട്ട് അത് നിർമ്മിക്കാനുള്ള തീരുമാനം ഇന്ന് മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്നു. അതായത് കേന്ദ്രം സഹായിച്ചാലും ഇല്ലെങ്കിലും അവിടെ വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർക്ക് കൈത്താങ്ങായി കേരള സർക്കാർ ഉണ്ടാകുമെന്ന് മന്ത്രിമാരും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അത് നടപ്പാവാൻ പോവുകയാണ്. ഷീജ, തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കാരണം കേന്ദ്രം വലിയ തോതിൽ കേരളത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിൽ പോലും വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ മേഖലയുടെ പുനരധിവാസം അത് സർക്കാർ തീരുമാനിച്ച കാര്യമാണ്. അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിനൊപ്പം തന്നെ അവർക്ക് പുനരധിവാസം ഒരുക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള അവരുടെ അവർ ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നത് അതിൽ മികച്ച രീതിയിലുള്ള ജീവിതം അവർക്ക് ലഭ്യമാകുന്ന തരത്തിലായിരിക്കും അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. ലൈഫ് വീടുകൾക്ക് അപ്പുറത്തുള്ള രീതിയിലുള്ള ഒരു പുനരധിവാസം തന്നെയാണ് അവർക്ക് ഒരുക്കുക എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ വീടുകൾ അവർക്കായി വെച്ചു നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേന്ദ്രത്തിനോട് സംസ്ഥാനം നിരവധി തവണയായി ധനസഹായവുമായി ബന്ധപ്പെട്ട് കത്തുകൾ നൽകിയിരുന്നു. നേരിട്ട് ഷീജ ഒന്ന് തുടരണം.